Good morning students. Good morning. Let's സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ പഠിച്ചാലോ? നമ്മൾ ഏത് ചാപ്റ്ററാ കമ്പ്യൂട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ചാപ്റ്ററാ? വിൻഡോസ് 7. ഏത് ചാപ്റ്ററാ? വിൻഡോസ് 7. വിൻഡോസ് 7 എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്തായിരുന്നു വിൻഡോസ് 7? എന്തായിരുന്നു വിൻഡോസ് 7? വിൻഡോസ് 7 is the operating system designed for Microsoft അല്ലേ? മൈക്രോസോഫ്റ്റ് ഡിസൈൻ ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത്? നമ്മുടെ വിൻഡോസ് 7 എന്ന് പറയുന്നത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്തില്ലേ ഇത്? ഓക്കെ, നോക്കിക്കേ. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? It is the follow-up development to the Windows Vista operating system which was released in 2006. എന്താ 2006 റിലീസ് ചെയ്ത വിൻഡോസ് വിസ്റ്റ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തുടർന്നുണ്ടായ ഡെവലപ്മെന്റ് ആണ് വിൻഡോസ് 7 എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തതായിരുന്നില്ലേ? പിന്നെ നമ്മൾ എന്തൊക്കെയാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? നാവിഗേഷൻ വിൻഡോ. എന്താണ് നാവിഗേഷൻ വിൻഡോയിൽ നമ്മൾ എന്താ പഠിച്ചത്? ഓപ്പണിംഗ് എ പ്രോഗ്രാം ഓൺ ദ ഡെസ്ക്ടോപ്പിൽ. ഒരു ഡെസ്ക്ടോപ്പിൽ നമ്മുടെ ഒരു പ്രോഗ്രാം എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിന് ഏതൊക്കെ കീ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ മൂവിംഗ് എ വിൻഡോ ഇല്ലേ, നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു വിൻഡോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോഗ്രാം എങ്ങനെ നമുക്ക് മൂവ് ചെയ്യിക്കാം. അതുപോലെ മൂവിംഗ് ബിറ്റ്വീൻ ഓപ്പൺ വിൻഡോ ആൻഡ് ആപ്ലിക്കേഷൻ, നമ്മൾ എടുത്ത വിൻഡോയും ആപ്ലിക്കേഷനും എങ്ങനെ മൂവ് ചെയ്യാം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തു. അഡ്വാൻസ്ഡ് സിനാരിയോസ് ഇൻ വിൻഡോസ് 7, അതെന്താ നമ്മൾ പറഞ്ഞത്? ഫീച്ചേഴ്സ് ഇല്ലേ, മെയിൻ ഫീച്ചേഴ്സ്. വിൻഡോസ് 7ന്റെ മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? സ്റ്റാർട്ട് ബട്ടൺ ഇല്ലേ, സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു. ടാസ്ക് ബാർ ആൻഡ് നോട്ടിഫിക്കേഷൻ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. വിൻഡോ സ്നിപ്പിംഗ് ടൂൾ ഇല്ലേ, വിൻഡോ സ്നിപ്പിംഗ് ടൂൾ ഉണ്ട്. Displaying to an external monitor or projector, using local area network, Windows Explorer favorites, Windows Explorer libraries. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തതാണ്. പിന്നെ നമുക്ക് മറ്റൊരു ടോപ്പിക് നോക്കാം. നോക്കിക്കേ, മൾട്ടി ടച്ച് സപ്പോർട്ട്. എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്? മൾട്ടി ടച്ച് സപ്പോർട്ട്. അതായത് എന്താണ്? To enable multi-touch feature in Windows 7 in laptop, use the following 3 methods. അതായത് multi-touch എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ, വിൻഡോസ് 7ന്റെ ഫീച്ചർ നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് എനേബിൾ ചെയ്യാം ഇല്ലേ? അതിനായിട്ട് ഒരു 3 മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. മൾട്ടി-ടച്ച് എന്ന് പറയുന്ന വിൻഡോസ് 7ന്റെ ഫീച്ചർ നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ നമുക്ക് 3 മെത്തേഡ്സ് ഫോളോ ചെയ്യാം. അതാണ് ഇനി നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് നോക്കേ, യൂസിങ് കൺട്രോൾ പാനൽ. എന്താണ് ഫസ്റ്റ് മെത്തേഡ്? എന്താണ്? യൂസിങ് കൺട്രോൾ പാനൽ. അപ്പൊ കൺട്രോൾ പാനൽ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് മൾട്ടി ടച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ, വിൻഡോസ് 7ന്റെ ഫീച്ചർ നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് എനേബിൾ ചെയ്യാം. അപ്പൊ എന്താണ് ഈ യൂസിങ് കൺട്രോൾ പാനൽ മെത്തേഡ്? എന്താ നമുക്ക് നോക്കാം. യൂസിങ് കൺട്രോൾ പാനൽ മെത്തേഡിൽ നമുക്കൊരു 5 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മൾട്ടി ടച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിനെ, വിൻഡോസ് 7ന്റെ ഫീച്ചറിനെ നമ്മൾ ലാപ്ടോപ്പിൽ എനേബിൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് 1 നോക്കിക്കേ, ഓപ്പൺ കൺട്രോൾ പാനൽ ബൈ ക്ലിക്കിംഗ് ഇറ്റ്സ് ഐക്കൺ or click the start icon and then type control panel in the search box. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഓപ്പൺ കൺട്രോൾ പാനൽ. അപ്പോൾ കൺട്രോൾ പാനൽ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് ആണ് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൺട്രോൾ പാനൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം? ബൈ ക്ലിക്കിംഗ് ഇസ് ഐക്കൺ. ഒന്നുകിൽ അതിന്റെ ഐക്കണിൽ, കൺട്രോൾ പാനൽ എന്ന് പറയുന്ന ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഓർ ക്ലിക്ക് ദ സ്റ്റാർട്ട് ഐക്കൺ. സ്റ്റാർട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താണ് വരുന്ന സെർച്ച് ബോക്സിൽ നമ്മൾ കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓപ്പൺ കൺട്രോൾ പാനൽ ബൈ ക്ലിക്കിംഗ് ഇറ്റ്സ് ഐക്കൺ. ഒന്നുകിൽ കൺട്രോൾ പാനലിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ദ സ്റ്റാർട്ട് ഐക്കൺ ആൻഡ് ദെൻ ടൈപ്പ് കൺട്രോൾ പാനൽ ഇൻ ദ സെർച്ച് ബോക്സ്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന എന്താണ്? ആ സെർച്ച് ബോക്സ് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? കൺട്രോൾ പാനൽ ടൈപ്പ് ചെയ്ത് കൊടുത്തും എന്താണ് കൺട്രോൾ പാനൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, എങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിക്കേ, ക്ലിക്ക് ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് ആൻഡ് ദെൻ സെലക്ട് പെൻ ആൻഡ് ടച്ച് ഓപ്ഷൻ. അപ്പൊ അതിനുശേഷം നമ്മൾ സെർച്ച് ബോക്സിൽ നമ്മൾ എന്താണ് കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. കൺട്രോൾ പാനൽ ഓപ്പൺ ആയി വന്നു. അതിനുശേഷം നമ്മൾ എന്തിൽ ക്ലിക്ക് ചെയ്യണം? ആ വരുന്ന വിൻഡോയ്ക്കകത്ത് ഹാർഡ്
ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനുശേഷം ഒരു വിൻഡോ വരും. ആ വിൻഡോയ്ക്കകത്ത് പെൻ ആൻഡ് ടച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്യണം. എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്? ആദ്യം നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു, അപ്പോൾ ഒരു വിൻഡോ വന്നു. അതിനകത്ത് നമ്മൾ ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് നമ്മൾ പെൻ ആൻഡ് ടച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി സ്റ്റെപ്പ് 3 നോക്കേ. സെലക്ട് ചെയ്ത ടച്ച് ടാബ്, അതിനുശേഷം ടച്ച് ടാബ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. ടിക്ക് ദ ഷോ വിഷ്വൽ ഫീഡ്ബാക്ക് വെൻ ടച്ചിങ് ദ സ്ക്രീൻ ചെക്ക് ബോക്സ് ടു ആക്ടിവേറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ആ ഒരു ടച്ച് ടാബിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ താഴെയായിട്ട് എന്ത് വരും? ഷോ വിഷ്വൽ ഫീഡ്ബാക്ക് വെൻ ടച്ചിങ് ദ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഇങ്ങനെ വന്നു കിടക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അത് നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ എന്താണ് ചെക്ക് ബോക്സ് ആക്ടിവേറ്റ് ആവും. നോക്കിക്കേതാ, ഈ സ്ക്രീനാണ് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം നമ്മൾ ഹാർഡ്വെയർ ആൻഡ് സൗണ്ടിൽ ക്ലിക്ക് ചെയ്തു, പിന്നെ നമ്മൾ പെൻ ആൻഡ് ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ടച്ച് ടാബ് കണ്ടോ, അതിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേനും താഴോട്ട് ഇവിടെ ഒരു സെന്റൻസ് വരുന്നു, ഷോ വിഷ്വൽ ഫീഡ്ബാക്ക് വെൻ ടച്ചിങ് ദ സ്ക്രീൻ എന്ന് പറഞ്ഞ സെന്റൻസിൽ നമ്മൾ ടിക്ക് ചെയ്യണം അല്ലെ. മൗസ് പോയിന്റർ കൊണ്ടുവച്ചിട്ട് ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചെക്ക് ബോക്സ് എന്താണ് ആക്ടിവേറ്റ് ആവുന്നു. അതിനുശേഷം അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന അപ്ലൈ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിച്ച്, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്താ ചെയ്യാം? മൾട്ടി ടച്ച് എന്ന് പറയുന്ന വിൻഡോസ് 7 ഫീച്ചറെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ എനേബിൾ ചെയ്യാം. അതുകൊണ്ട് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് യൂസിങ് കൺട്രോൾ പാനൽ അല്ലേ. കൺട്രോൾ പാനൽ നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം നമ്മൾ ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പെൻ ആൻഡ് ടച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു വിൻഡോ വരും. അതിനകത്ത് ടച്ച് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യണം. ടച്ച് ടാബിൽ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു സെന്റൻസ് വരും അല്ലേ, ഷോ വിഷ്വൽ ഫീഡ്ബാക്ക് വെൻ ടച്ചിങ് ദ സ്ക്രീൻ എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസിൽ നമ്മൾ ടിക്ക് കൊടുക്കണം. അതിനുശേഷം നമുക്ക് എന്താണ്? ക്ലിക്ക് അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്താ മനസ്സിലായോ? ഇനി രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞത് 3 മെത്തേഡ് ഉണ്ടെന്നാണ്. അതിൽ രണ്ടാമത്തെ മെത്തേഡാണ് യൂസിങ് ഡിവൈസ് മാനേജർ. അതാണ് യൂസിങ് ഡിവൈസ് മാനേജർ. ഇനി യൂസിങ് ഡിവൈസ് മാനേജർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ആ ഒരു വിൻഡോസ് 7 ഫീച്ചർ അല്ലേ, മൾട്ടി ടച്ച് എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിൽ എനേബിൾ ചെയ്യും? ഇവിടെ ഒരു 4 സ്റ്റെപ്പ് ഉണ്ട്. നോക്കിക്കേ. ഓപ്പൺ ഡിവൈസ് മാനേജർ. Open device manager by clicking the start icon and type device manager in the search box. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒന്നുകിൽ ഡിവൈസ് മാനേജറിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന വിൻഡോയ്ക്കകത്ത് നമ്മൾ സെർച്ച് ബോക്സിൽ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം? ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്യാം. 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഡിവൈസ് മാനേജറിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വരുന്ന സെർച്ച് ബോക്സിൽ നമുക്ക് എന്താണ് ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഡിവൈസ് മാനേജർ ഓപ്പൺ ആയി വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേ. ക്ലിക്ക് ഹ്യൂമൻ ഇന്റർഫേസസ് ഡിവൈസസ് ആൻഡ് എക്സ്പാൻഡ്. അപ്പം നമ്മൾ ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ കണ്ടോ, അങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഈ ഒരു വിൻഡോ വരും. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമൻ ഇന്റർഫേസ് ഡിവൈസ്, ഈ താഴെ കിടക്കുന്ന ഹ്യൂമൻ ഇന്റർഫേസ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് കുറെ എക്സ്പാൻഷൻ ഇങ്ങനെ വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് HID കംപ്ലൈന്റ് ടച്ച് സ്ക്രീൻ ഓപ്ഷൻ ആൻഡ് സെലക്ട് എനേബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? HID കംപ്ലൈന്റ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ക്ലിക്കിലെ മൗസ്, ഈ ഒരു ഓപ്ഷനിൽ മൗസ് കൊണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ആയി വരികയും താഴോട്ട് കുറെ എന്താണ് ഓപ്ഷൻസ് എനേബിൾ ആവുകയും ചെയ്യും. ക്ലോസ് ദ ഡിവൈസ് മാനേജർ വിൻഡോ ടു സേവ് ചെയ്യും. അപ്പൊ നമുക്കുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ആ ഡിവൈസ് മാനേജർ വിൻഡോ ക്ലോസ് ആക്കാം. അപ്പൊ ഡിവൈസ് മാനേജർ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു മൾട്ടി ടച്ച് എന്ന് പറഞ്ഞ ഫീച്ചർ നമ്മുടെ ലാപ്ടോപ്പിൽ എനേബിൾ ചെയ്യുന്നത്? എങ്ങനെയാണ്? ആദ്യം ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്യുക. അതെങ്ങനെ ചെയ്യാം? ഒന്നുകിൽ ഡിവൈസ് മാനേജറിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ചെക്ക് ബോക്സിൽ നമുക്ക് ഡിവൈസ് മാനേജറിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ വരുന്ന വിൻഡോയ്ക്കകത്ത് ഹ്യൂമൻ ഇന്റർഫേസ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴോട്ട് കുറെ എക്സ്പാൻഷൻ വരും. അതിൽ നിന്ന് HID കംപ്ലൈന്റ് ആൻഡ് ടച്ച് സ്ക്രീനിൽ മൗസ് കൊണ്ട് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് എന്നിട്ട് എന്താണ് ആ ഒരു ഓപ്ഷനിൽ നമുക്ക്
എനേബിൾ ആവും. പിന്നെ നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ ഡിവൈസ് മാനേജർ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് മെത്തേഡ് മനസ്സിലായോ? യൂസിങ് ഡിവൈസ് മാനേജർ വെച്ചിട്ടുള്ള. ഓക്കെ, നമ്മൾ തേർഡ് മെത്തേഡ് അല്ലേ പറയാം. മൂന്നാമത്തെ മെത്തേഡ് ബൈ എനേബിളിംഗ് മൾട്ടി ടച്ച് പാഡ്. ബൈ എനേബിളിംഗ് മൾട്ടി ടച്ച് പാഡ് ആണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അത് നോക്കിക്കേ, അതിലും കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലിക്ക് സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് ഗോ ടു കൺട്രോൾ പാനൽ. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ പാനലിലേക്ക് പോവുക. ക്ലിക്ക് ഹാർഡ്വെയർ ആൻഡ് സൗണ്ട്. നേരത്തെ നമ്മൾ മറ്റേ കൺട്രോൾ പാനൽ ഉപയോഗിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഏകദേശം. അതിനുശേഷം നമ്മൾ ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് മൗസ് ഓപ്ഷൻ ഫ്രം ദ മെനു. അപ്പൊ അതിനുശേഷം നമ്മുടെ ആ ഒരു കിടക്കുന്ന വിൻഡോയിൽ മൗസ് ഓപ്ഷനിൽ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ. സെലക്ട് ദ ഡിവൈസ് സെറ്റിംഗ് ടാബ് ആൻഡ് ഇൻ ദ മൗസ് പ്രോപ്പർട്ടീസ് വിൻഡോ. അപ്പൊ അതിനുശേഷം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം കൺട്രോൾ പാനലിലേക്ക് പോയി അവിടെ നമ്മൾ ഹാർഡ്വെയർ ആൻഡ് സൗണ്ടിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കൊരു വിൻഡോ വരും. അതിലൊരു മൗസ് ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മൗസ് പ്രോപ്പർട്ടി വിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ കിട്ടും. ഈ ഒരു വിൻഡോയ്ക്കകത്ത് നിന്ന് ഡിവൈസ് സെറ്റിംഗിൽ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഡിവൈസ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക അല്ലേ. അപ്പൊ ഈ ഡിവൈസ് സെറ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ടാബ് ഓൺ ദ ലിസ്റ്റ് ഓഫ് ടാബ്സ്. അപ്പൊ ലിസ്റ്റ് ഓഫ് ടാബ്സിൽ ലാസ്റ്റ് ടാബ് ആണ് ഈ ഒരു ഡിവൈസ് സെറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ സെലക്ട് ചെയ്ത സെറ്റിംഗ് ബട്ടൺ ദാറ്റ് അപ്പിയർ അണ്ടർ ദ ഡിവൈസിന്. ആ ഡിവൈസ് മെനുവിൽ കിടക്കുന്ന സെലക്റ്റിൽ നമ്മൾ എന്ത് കൊടുക്കണം? സെറ്റിംഗ്സിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ചെക്ക് ദ മൾട്ടി ഫിംഗർ ജസ്റ്റേഴ്സ് ചെക്ക് ബോക്സ് and any other features you wish to have, such as 2 finger scrolling, pinch zoom, rotating, 3 finger press, 3 finger flick and scrolling etc. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഇങ്ങനെ ആദ്യം നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു, കൺട്രോൾ പാനലിലേക്ക് പോയി, ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ മൗസ് ഓപ്ഷൻ ഫ്രം ദ മെനുവിലെ മൗസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്കൊരു മൗസ് പ്രോപ്പർട്ടി വിൻഡോ വന്നു. ആ വിൻഡോയിൽ നിന്ന് നമ്മൾ ഡിവൈസ് സെറ്റിംഗ്സിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം അതിന്റെ താഴെ നമ്മൾ എന്താണ് ഡിവൈസ് മെനുവിലെ സെറ്റിംഗ് ക്ലിക്ക് ചെയ്തു അല്ലെ. സെറ്റിംഗ് ക്ലിക്ക് ചെയ്തപ്പം കുറെ കാര്യങ്ങൾ ഇങ്ങനെ വരും. നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ചെക്ക് ദ മൾട്ടി ഫിംഗർ ജസ്റ്റേഴ്സ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടില്ലേ, ചെക്ക് ബോക്സിൽ നിന്ന് നമ്മൾ മൾട്ടി ഫിംഗർ ജസ്റ്റേഴ്സ് ചെക്ക് ചെയ്യണം. നമുക്ക് കുറെ ഫീച്ചർ ഇങ്ങനെ വരുന്നു, കണ്ടോ കുറെ ഫീച്ചർ. അതായത് നമുക്ക് 1 ഫിംഗർ സ്ക്രോളിംഗ് വേണോ, 3 ഫിംഗർ സ്ക്രോളിംഗ് വേണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ അത് വരും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് അതിൽ സെലക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്തത്? അതായത് മൾട്ടി ടച്ച് എന്ന് പറയുന്ന ആ വിൻഡോസ് 7 ആ ഫീച്ചർ നമ്മുടെ ലാപ്ടോപ്പിൽ എങ്ങനെ എനേബിൾ ചെയ്യാം അല്ലെ എന്ന് പറയുന്നതിന് നമ്മൾ 3 മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് എനേബിൾ ചെയ്യിക്കാം. ഏതൊക്കെയാ 3 മെത്തേഡ്? നിങ്ങൾ പറഞ്ഞ ഏതൊക്കെയാ 3 മെത്തേഡ്? യൂസിങ് കൺട്രോൾ പാനൽ ഉപയോഗിച്ച് നമുക്കത് എനേബിൾ ചെയ്യാം. യൂസിങ് ഡിവൈസ് മാനേജർ ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ എനേബിൾ ചെയ്യിക്കാം. ബൈ എനേബിളിംഗ് മൾട്ടി ടച്ച് പാഡ് യൂസ് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ ലാപ്ടോപ്പിൽ എനേബിൾ ചെയ്യിക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടിപ്സ് ഓൺ ഹൗ ടു ബി സേഫ് ആൻഡ് സെക്യൂർ ഫ്രം വൈറസസ്. അതായത് നമ്മുടെ സിസ്റ്റത്തെ നമുക്ക് എന്താണ് വൈറസിൽ നിന്നൊക്കെ എങ്ങനെ സേഫ് ചെയ്യാം, സെക്യൂർ ആക്കി വെക്കാം എന്നതിന് കുറച്ച് ടിപ്സ് തന്നേക്കുക. ഒരു 12 എന്താണ് ടിപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്? നമ്മുടെ സിസ്റ്റത്തെ എങ്ങനെ വൈറസിൽ നിന്ന് സേഫ് ആക്കി സെക്യൂർ ആക്കി വെക്കാം, അതിനൊരു 12 ടിപ്സ് അവര് നോക്കിക്കേ. ഫസ്റ്റ് ടിപ്പാണ് ഓൾവേസ് ഇൻസ്റ്റാൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ്. അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എപ്പോഴും അല്ലേ. സെക്കൻഡ് ടിപ്പ് നോക്കേ, കീപ് യുവർ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് അപ് ടു ഡേറ്റ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ എല്ലാം എന്താണ് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക അല്ലേ. അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. 3 അല്ലേ. തേർഡ് നോക്കേ, ഡു നോട്ട് യൂസ് സിമിലർ പാസ്വേഡ് അറ്റ് ആൾ പ്ലേസസ്. എല്ലാ സ്ഥലത്തും നമ്മൾ എന്താണ് ഒരേ പാസ്വേഡ് യൂസ് ചെയ്യുക അല്ലേ. നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് നമ്മൾ പാസ്വേഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പം എല്ലാ സ്ഥലത്തും ഒരേ പാസ്വേഡ് അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പാസ്വേഡ് ആയിരിക്കും എപ്പോഴും യൂസ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താണ് ഒരേ തരത്തിലുള്ള പാസ്വേഡ് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 4 ഫോർത്ത് നോക്കേ, ഇൻസ്റ്റാൾ ആൻഡ് ആൾവേസ് അപ്ഡേറ്റ് യുവർ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. നമ്മൾ എന്ത് ചെയ്യണം? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ എന്താണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത 5ാമത് നോക്കേ, യൂസ് എ ഫയർവാൾ. ഫയർവാൾ എന്ന് വെച്ചാൽ എന്താണ്? ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി
ഡിവൈസ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യും. അതൊരു സെക്യൂരിറ്റി ഡിവൈസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് യൂസ് എ ഫയർവാൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യാം വൈറസിൽ നിന്ന്. ആറാമത്തെ നോക്കിയേ, ബാക്കപ്പ് യുവർ ഡേറ്റ. നമ്മുടെ ഡേറ്റ എപ്പോഴും എന്താണ് ബാക്കപ്പ് ചെയ്യുക. 7 നോക്കിയേ, എനേബിൾ ദ ഡിസ്പ്ലേ ഓഫ് ഫയൽ എക്സ്റ്റൻഷൻ. എന്താണ് ഫയൽ വിപുലീകരണം അല്ലേ? ഫയൽ എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ ഫയൽ വിപുലീകരണങ്ങളുടെ പ്രദർശനം അല്ലേ? ഡിസ്പ്ലേ എന്ത് ചെയ്യുക, പ്രവർത്തനക്ഷമമാക്കുക. അതായത് ഫയൽ എക്സ്റ്റൻഷന്റെ ഡിസ്പ്ലേ നമ്മൾ പ്രവർത്തനക്ഷമമാക്കുക. ഡു നോട്ട് ഓപ്പൺ അറ്റാച്ച്മെന്റ് ഫയൽസ് ഓർ ഇമേജസ് ഫ്രം അൺനോൺ പീപ്പിൾ. എന്താണ് നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലേ, നമുക്ക് അറിയാത്ത ആളുകളിൽ നിന്നുള്ള അറ്റാച്ച്മെന്റ് ഫയലുകളോ ചിത്രങ്ങളോ നമുക്ക് തുറക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് അറിയാത്ത ആളുകളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചിത്രങ്ങളോ ഫയലോ ഒക്കെ വരികയാണെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കരുത്. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള വൈറസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കിടക്കാൻ ഇടയുണ്ട്. അടുത്ത 9ാമത്തെ ടിപ്പ് നോക്കേ, ഇഗ്നോർ ഇമെയിൽ ദാറ്റ് സ്റ്റേറ്റ് യു വോൺ എ കോൺടെസ്റ്റ് ഓർ എ സ്ട്രേഞ്ചർ ആസ്കിംഗ് ഫോർ സപ്പോർട്ട് വിത്ത് ദെയർ ഇൻഹെറിറ്റൻസ്. അപ്പൊ എന്താണ്, നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും മത്സരത്തിൽ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് മെയിലോ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജോ ഒക്കെ നമുക്ക് വരാനുണ്ട് അല്ലേ. നമുക്ക് ഏതെങ്കിലും മത്സരത്തിലാണ് നിങ്ങൾ വിജയിച്ചു, നിങ്ങൾക്ക് ഇത്ര പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മെസ്സേജ് വരാം, അല്ലെങ്കിൽ ഒരു മെയിൽ വരാം. ഈ മെയിലൊന്നും നമ്മൾ എന്താ അതെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യുക, അതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകരുത്. ലുക്ക് ഔട്ട് ഫോർ ഓൺലൈൻ ആൻഡ് സെൽഫോൺ ചീറ്റ്സ്. അപ്പൊ എന്താണ്, ഇപ്പൊ ഓൺലൈനിലൂടെയും സെൽഫോണിലൂടെ ഒരുപാട് ചീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ഇഗ്നോർ നെറ്റ് പോപ്പ്-അപ്പ് ദാറ്റ് സ്റ്റേറ്റ് യുവർ കമ്പ്യൂട്ടേഴ്സ് ഈസ് ഇൻഫെക്റ്റഡ് ഓർ പ്രോബ്ലമാറ്റിക്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്നതോ പ്രശ്നമുണ്ടാക്കുന്നതോ ആയിട്ടുള്ള നെറ്റ് പോപ്പ്-അപ്പുകൾ നമ്മൾ എന്ത് ചെയ്യണം, അവഗണിക്കണം, ഇഗ്നോർ ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ സിസ്റ്റത്തെ അത് പ്രോബ്ലമാറ്റിക് ആക്കും. അടുത്ത ടിപ്പ് നോക്കേ, ഇഗ്നോർ ആൻഡ് ക്ലോസ് വെബ് പോപ്പ്-അപ്സ് ദാറ്റ് വേർ മെയ്ഡ് അപ്പ് ടു എ വിൻഡോ അലർട്ട്. അപ്പൊ എന്താണ് അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്, അതായത് വിൻഡോസ് അലർട്ടായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെബ് പോപ്പ്-അപ്പുകളുണ്ട്. അപ്പൊ അവ അവഗണിക്കുകയും അടയ്ക്കുകയും ചെയ്യണം. അത് നമ്മൾ എന്താണ് ഓപ്പൺ ആക്കാൻ പാടില്ല. എന്താ ടീച്ചർ പറഞ്ഞത്, നമ്മുടെ ടിപ്സ് നമ്മുടെ സിസ്റ്റത്തെ വൈറസിൽ നിന്ന് സെക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ സേഫ് ആക്കാൻ വേണ്ടി നമുക്ക് കുറെ ടിപ്പ് യൂസ് ചെയ്യാം. അതിൽ 12 ടിപ്പാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് എന്തായിരുന്നു, ഓൾവേസ് ഇൻസ്റ്റാൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ്. എന്താണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. കീപ് യുവർ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് അപ് ടു ഡേറ്റ്. എന്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് എപ്പോഴും അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. ഡു നോട്ട് യൂസ് ദ സിമിലർ പാസ്വേഡ് അറ്റ് ഓൾ പ്ലേസസ്. എല്ലാ സ്ഥലത്തും നമ്മൾ സിമിലർ പാസ്വേഡ് യൂസ് ചെയ്യാതിരിക്കുക. ഇൻസ്റ്റാൾ ആൻഡ് ആൾവേസ് അപ്ഡേറ്റ് യുവർ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ അല്ലേ. വൈറസിന് എന്തായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. യൂസ് എ ഫയർവാൾ. ഫയർവാൾ എന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി എന്താണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ് ആണ്, അത് യൂസ് ചെയ്യുക. ബാക്കപ്പ് യുവർ ഡേറ്റ. ഡേറ്റ എപ്പോഴും ബാക്കപ്പ് ചെയ്യുക. എനേബിൾ ദ ഡിസ്പ്ലേ ഓഫ് ഫയൽ എക്സ്റ്റൻഷൻ. എന്താണ് നമ്മൾ ഫയൽ എക്സ്റ്റൻഷന്റെ ആ ഒരു പ്രവർത്തനങ്ങളിൽ പ്രദർശനം പ്രവർത്തനക്ഷമമാക്കുക. ഡു നോട്ട് ഓപ്പൺ അറ്റാച്ച്മെന്റ് ഫയൽ ഓർ ഇമേജസ് ഫ്രം അൺനോൺ പീപ്പിൾ. അതായത് നമുക്ക് അപരിചിതരായിട്ടുള്ള ആളുകളിൽ നിന്ന് വരുന്ന അറ്റാച്ച് ചെയ്ത് വരുന്ന എന്താണ് ഫയൽ അറ്റാച്ച്മെന്റ് ഫയലുകളോ ചിത്രങ്ങളോ ഒന്നും ഓപ്പൺ ആക്കാതിരിക്കുക. ഇഗ്നോർ ഇമെയിൽ ദാറ്റ് സ്റ്റേറ്റ് യു വോൺ എ കോൺടെസ്റ്റ് ഓർ എ സ്ട്രേഞ്ചർ ആസ്കിംഗ് ഫോർ സപ്പോർട്ട് വിത്ത് ദെയർ ഇൻഹെറിറ്റൻസ്. എന്താണ് നമ്മളൊരു മത്സരത്തിൽ വിജയിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന മെസ്സേജ് ഇമെയിൽ ഒന്നും ഇഗ്നോർ ചെയ്യാനും ഓപ്പൺ ആക്കാതിരിക്കുക. ലുക്ക് ഔട്ട് ഫോർ ഓൺലൈൻ ആൻഡ് സെൽഫോൺ ചീറ്റ്. സെൽഫോൺ ചീറ്റും ഓൺലൈൻ തട്ടിപ്പും എല്ലാം നമ്മൾ എപ്പോഴും എന്താണ് ശ്രദ്ധിക്കണം. ഇഗ്നോർ നെറ്റ് പോപ്പ്-അപ്പ് ദാറ്റ് സ്റ്റേറ്റ് യുവർ കമ്പ്യൂട്ടർ ഈസ് ഇൻഫെക്റ്റഡ് ഓർ പ്രോബ്ലമാറ്റിക്. നമ്മുടെ കമ്പ്യൂട്ടറിനെ പ്രോബ്ലമാറ്റിക് ആക്കുകയും അല്ലേ ബാധിക്കുന്നതായിട്ടുള്ള എന്താണ് നെറ്റ് പോപ്പ്-അപ്പുകളെല്ലാം ഇഗ്നോർ ചെയ്യുക. ഇഗ്നോർ ആൻഡ് ക്ലോസ് വെബ് പോപ്പ്-അപ്പ് ദാറ്റ് വേർ മെയ്ഡ് അപ്പ് ടു ബി എ വിൻഡോ അലർട്ട്. അതായത് വിൻഡോ അലർട്ടിനായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള വെബ് പോപ്പ്-അപ്പുകൾ അവഗണിക്കുകയും ഓപ്പൺ ആക്കാതിരിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിസ്റ്റത്തെ നമുക്ക് സേഫ് ആക്കി വെക്കാൻ അല്ലെങ്കിൽ സെക്യൂർ ആക്കി വെക്കാൻ എടുക്കാവുന്ന ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് കോമൺ കംപ്ലൈന്റ് വിത്ത് വിൻഡോസ്. അപ്പൊ നമുക്കറിയാം ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനായാലും ഗുണം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്താണ് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും കാണും അല്ലെ. ഗുണങ്ങളും കാണും ദോഷങ്ങളും കാണും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ലിമിറ്റേഷൻസും കാണും. അപ്പൊ നമ്മൾ വിൻഡോസ് 7 അങ്ങനെ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അതിനെന്താണ് കുറച്ച് കംപ്ലൈൻസ് ഉണ്ട്, കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് അതിനുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ്, ഒരു 5 ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. നമുക്ക് അത് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നിങ്ങൾ അടുത്ത നമ്മുടെ ടോപ്പിക് നോക്കിയാൽ കോമൺ കംപ്ലൈൻസ് വിത്ത് വിൻഡോസ് 7. അതായത് വിൻഡോസ് 7
കോമൺ കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഷട്ട് ഡൗൺ സ്ലോലി. അതെന്താണ് സ്ലോലി? അതായത് നമുക്കത് പതിയെ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ്, ഇറ്റ് ഹാങ് അറ്റ് ദ മിഡിൽ ഓഫ് ഷട്ട് ഡൗൺ പ്രോസസ്. അപ്പൊ ഷട്ട് ഡൗൺ പ്രോസസ്സിന്റെ മിഡിൽ എത്തുമ്പോഴത്തേക്കും അത് ഹാങ് ആയിരിക്കും. When you put Windows to sleep, you expect it to stay asleep, but various devices cause it to be awake. അപ്പൊ നമ്മൾ എന്താണ് ഒരു വിൻഡോസ് നമ്മൾ വിചാരിക്കും വിൻഡോസ് തുറന്നു, അതായത് വിൻഡോസ് എത്തുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? അത് ഉറങ്ങുവാണല്ലേ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ എന്താണ് മറ്റുള്ള ഉപകരണങ്ങൾ കാരണം എന്താണ് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. രജിസ്ട്രേഷൻ എറർ മേ occur after upgrading a major hardware. അതായത് എന്താണ് ഒരു പ്രധാന ഹാർഡ്വെയർ നവീകരിച്ചതിന് ശേഷം രജിസ്ട്രേഷൻ എറർ സംഭവിക്കുന്നു. ഐഫോൺ വിൽ നോട്ട് സിങ്ക് വിത്ത് വിൻഡോസ് 7. വിൻഡോസ് 7 ആണ് നമുക്ക് ഐഫോൺസിനെ ഒന്നും സമന്വയിപ്പിക്കാൻ സിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വിൻഡോസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇറ്റ് ഷട്ട് ഡൗൺ സ്ലോലി. ഇത് പതുക്കെ ഷട്ട് ഡൗൺ ആക്കാൻ പറ്റൂ. ഇറ്റ് ഹാങ് അറ്റ് ദ മിഡിൽ ഓഫ് ഷട്ട് ഡൗൺ പ്രോസസ്. ഷട്ട് ഡൗൺ പ്രോസസ്സിന്റെ മിഡിൽ ഇത് ഹാങ് ആയി പോകുന്നു. വെൻ യു പുട്ട് വിൻഡോസ് ടു സ്ലീപ് യു എക്സ്പെക്ട് ഇറ്റ് ടു സ്റ്റേ അസ്ലീപ് ബട്ട് വേരിയസ് ഡിവൈസസ് കോസ് ഇറ്റ് ടു ബി awake. ഒരു വിൻഡോ പ്രവർത്തനം നിർത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അത് ഉറങ്ങുവാണെന്ന്. പക്ഷെ എന്താണ് അത് മറ്റുള്ള ഡിവൈസസ് ആണ് അത് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. രജിസ്ട്രേഷൻ എറർ മേ occur after upgrading a major hardware. മേജർ ഹാർഡ്വെയർ നവീകരിച്ചതിന് ശേഷം എന്താണ് രജിസ്ട്രേഷൻ എറർ സംഭവിക്കുക. ഐഫോൺ വിൽ നോട്ട് സിങ്ക് വിത്ത് വിൻഡോസ് 7. വിൻഡോസ് 7 ആയിട്ട് നമുക്ക് ഐഫോൺസിനെ ഒന്നും സിങ്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത്. നമ്മൾ എക്സസൈസില് ആൻസർ ദ ഫോളോയിങ്ങിൽ ആദ്യത്തെ എത്ര ക്വസ്റ്റ്യൻ? 3 ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ബാലൻസ് ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിയാൽ നമുക്ക് അതുകൂടി അങ്ങ് ഡിസ്കസ് ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. മെൻഷൻ എനി 2 ടിപ്സ് ഓൺ ഹൗ ടു ബി സേഫ് ആൻഡ് സെക്യൂർ ഫ്രം വൈറസസ്. നമ്മൾ ഇപ്പൊ അങ്ങോട്ട് സ്റ്റഡി ചെയ്തത് എന്താണ്? വൈറസസിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തെ സേഫ് ആക്കാൻ സെക്യൂർ ആക്കാൻ നമുക്ക് എടുക്കാവുന്ന ഏതെങ്കിലും 2 ടിപ്സിനെ കുറിച്ച് പറയാൻ പറഞ്ഞേക്കാം. നമുക്ക് എന്തൊക്കെ പറയാം? യൂസ് എ ഫയർവാൾ ഇല്ലേ, ഒരു ഫയർവാൾ യൂസ് ചെയ്യുക. ബാക്കപ്പ് യുവർ ഡേറ്റ, നമ്മുടെ ഡേറ്റ എപ്പോഴും ബാക്കപ്പ് ചെയ്യുക. ഈ 2 ടിപ്സ് നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതും? യൂസിങ് എ ഫയർവാൾ, ബാക്കപ്പ് യുവർ ഡേറ്റ. ക്ലിയർ ആയോ? അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. റൈറ്റ് എനി 2 ഡിസഡ്വാൻറ്റേജസ് ഓഫ് വിൻഡോസ് 7. വിൻഡോസ് 7ന്റെ ഡിസഡ്വാൻറ്റേജസ് എഴുതുക. ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ എന്താണ്? കംപ്ലൈന്റ്സ് ഇല്ലേ? അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞേക്കുന്നു. അതെന്താണ്? ഡിസഡ്വാൻറ്റേജസ് എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം റൈറ്റ് എനി 2 ഡിസഡ്വാൻറ്റേജസ് വിൻഡോസ് 7 എന്തൊക്കെ എഴുതാം നമുക്ക്? ഇറ്റ് ഷട്ട് ഡൗൺ സ്ലോലി. ഇത് പതുക്കെ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റൂ. 2ാമത്തെ എന്ത് എഴുതാം? ഐഫോൺ വിൽ നോട്ട് സിങ്ക് വിത്ത് വിൻഡോസ് 7. വിൻഡോസ് 7 ആയിട്ട് നമുക്ക് ഐഫോണിനെ ഒന്നും സിങ്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സി സെക്ഷൻ നോക്കേ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്താലോ? നോക്കിക്കേ. Windows 7 is the follow-up development to the Windows Dash operating system. അപ്പോൾ Windows 7 എന്തിന്റെ പിന്തുടർച്ചയായിട്ട് ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു? വിസ്റ്റ പ്രൊഫഷണൽ അൾട്ടിമേറ്റ്. എന്താണ് ആൻസർ? ആൻസർ ഒന്നില്ലേ? ആൻസർ ഫസ്റ്റ് 1 വിസ്റ്റ. അപ്പോൾ വിൻഡോസ് വിസ്റ്റയുടെ ഫോളോ ഡെവലപ്മെന്റ് ആയിട്ട് വന്നതാണ് വിൻഡോസ് 7 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഫസ്റ്റ് വിസ്റ്റ എന്ന് പറയും. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. ഡാഷ് വിൽ നോട്ട് സിങ്ക്രണൈസ് വിത്ത് വിൻഡോസ് 7. അപ്പൊ വിൻഡോസ് 7 ആയിട്ട് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റാത്ത ഏതാണ്? ഐഫോൺ, ആൻഡ്രോയിഡ്, പ്രിന്റേഴ്സ്. നമുക്ക് ഏത് എഴുതാം? ഉത്തരം നമ്മുടെ ഓപ്ഷൻ ഫസ്റ്റ് ഐഫോൺ എഴുതാം അല്ലേ? ഐഫോൺ വിൽ നോട്ട് സിങ്ക്രണൈസ് വിത്ത് വിൻഡോസ് 7. 3rd question okay. The first screen that appears on your computer after initial booting is called a dash. നമ്മൾ പഠിച്ചായിരുന്നല്ലേ ചാപ്റ്ററിന്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു കമ്പ്യൂട്ടറിന്റെ ഇനിഷ്യൽ ബൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്ന ഫസ്റ്റ് സ്ക്രീനിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ക്രീൻ ടോപ്പ്, ഡെസ്ക് ടോപ്പ്, വിൻഡോസ് ടോപ്പ്. ഏത് വിളിക്കാൻ നമുക്ക്? നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സെക്കൻഡ് ഡെസ്ക് ടോപ്പ് ഇല്ലേ? അടുത്ത 4th ക്വസ്റ്റ്യൻ നോക്കിയേ. The task bar comprises dash main components. ടാസ്ക് ബാറിൽ എത്ര മെയിൻ കമ്പോണൻസ് ഉണ്ടെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തത്? 3, 5, 7. എത്ര എണ്ണം ഉണ്ട്? 3 ഇല്ലേ? നമ്മുടെ ഓപ്ഷൻ ഫസ്റ്റ് 3 ആണ് നമ്മുടെ ആൻസർ. ഏതൊക്കെയായിരുന്നു ടാസ്ക് ബാറിലെ മെയിൻ കമ്പോണൻസ്? നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? സ്റ്റാർട്ട് ബട്ടൺ, ടാസ്ക് അല്ലെങ്കിൽ ക്വിക്ക് ലോഞ്ച് ബാർ, സിസ്റ്റം നോട്ടിഫിക്കേഷൻ ഏരിയ. ഈ 3 മെയിൻ
എന്താണ് കമ്പോണൻസ് ആണ് നമ്മുടെ ടാസ്ക് ബാറിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡു നോട്ട് യൂസ് ദ സിമിലർ ഡാഷ് ഫോർ ആൾ ആപ്ലിക്കേഷൻസ്. എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ സിമിലർ ആയിട്ടുള്ള എന്തോ ഒന്ന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് എന്താണ്? നമ്പേഴ്സ്, കോഡ് വേർഡ്, പാസ്വേഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ 3 പാസ്വേഡ്. അടുത്ത സെക്ഷൻ ഡി നോക്കിയാൽ റീഅറേഞ്ച് ദ ജംബിൾഡ് ലെറ്റേഴ്സ്, ഫൈൻഡ് ദ ഹിഡൻ വേർഡ്. എന്ത് ചെയ്യാനാ തന്നേക്കുന്നത്? നമുക്ക് കുറച്ച് എന്താണ് വേർഡിന്റെ സ്പെല്ലിങ് ഡിസോർഡറിൽ തന്നേക്കുന്നത്. നമ്മൾ ആ ഓർഡർ കറക്റ്റ് ആക്കിയിട്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്ന വേർഡ് ഏതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ DKSKക്ക് പകരം അവിടെ E ആക്കി കൊടുക്കണം കേട്ടോ. DKSEPOT എന്നാക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്തൊക്കെ ആക്കണം? DKSEPOT എന്നാക്കണം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതാം? ഇതെങ്ങനെ എന്ത് വായിക്കാം? ഇതിന് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് ഇടുമ്പോൾ നമുക്കിതിനെ ഡെസ്ക് ടോപ്പ് എന്ന് വായിക്കാം. എങ്ങനെ വായിക്കാം? ഡെസ്ക് ടോപ്പ് അല്ലെ? ഡെസ്ക് ടോപ്പ് എന്ന് വായിക്കാം. അതാണ് ഇവിടെ ടീച്ചർ E ആക്കി കൊടുക്കാം. 2 K ആണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ഒരു Kയുടെ പ്ലേസിൽ നമ്മൾ E ആക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്ന വാക്ക് കിട്ടും. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. TKASRBA. ഇത് നമുക്ക് എങ്ങനെ കറക്റ്റ് ആക്കി പുതിയൊരു വേർഡ് ആക്കാം? ഇങ്ങനെ ആക്കാം. ഇത് നമുക്ക് ടാസ്ക് ബാർ എന്ന് വായിക്കാം ഇല്ലേ? സ്പെല്ലിംഗ് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ടാസ്ക് ബാർ എന്ന് ഉള്ള വേർഡ് കണ്ടുപിടിക്കാം. ടാസ്ക് ബാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇത് നമുക്ക് എങ്ങനെ പുതിയ ഈ സ്പെല്ലിംഗ് തെറ്റിച്ച് തന്നേക്കുവാണെങ്കിൽ നമുക്ക് ഏത് വേർഡാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഡിവൈസ് മാനേജർ കണ്ടുപിടിക്കാം അല്ലേ? ഇത് കണ്ടുപിടിക്കാം. ഡിവൈസ് മാനേജർ. ഈ വേർഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിവൈസ് മാനേജറിന് കണ്ടുപിടിച്ചൂടെ സ്പെല്ലിംഗ് റീഅറേഞ്ച് ചെയ്ത്? ഓക്കെ. അടുത്ത വേർഡ് നോക്കേ. OPPU. ഇനി നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ഏത് വാക്ക് കണ്ടുപിടിക്കാം? പോപ്പ എന്ന് കണ്ടുപിടിച്ചൂടെ? പോപ്പപ്പ് എന്ന് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ. HRDARWE. ഇതിനെ നമുക്ക് ഏത് വേർഡായിട്ട് മാറ്റാം? ഹാർഡ്വെയർ എന്നാക്കാം അല്ലേ? HARDWARE ഹാർഡ്വെയർ എന്നാക്കി മാറ്റാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വേർഡ് ഡെസ്ക് ടോപ്പ്, സെക്കൻഡ് ടാസ്ക് ബാർ, തേർഡ് ഡിവൈസ് മാനേജർ, ഫോർത്ത് പോപ്പപ്പ്, ഫിഫ്ത്ത് ഹാർഡ്വെയർ. അപ്പൊ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? വിൻഡോസ് 7. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചറിലെ ബാലൻസ് ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക, ടീച്ചറിന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ടീച്ചറിന് അയച്ചു തരണം. ഇനി നമുക്ക് എന്താണ് ഉടനെ നമ്മുടെ എക്സാം കാണും. അപ്പൊ നമ്മുടെ എക്സാമിന് IT-യിൽ നിന്ന് വരുന്ന ചാപ്റ്റർ ആണ് 1, 3, 4. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഈ ഫോർത്ത് ചാപ്റ്റർ വരെ ഉണ്ട്. 1, 3, 4 ആണ് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള എക്സാമിന് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തായിരുന്നു നമ്മൾ സ്റ്റഡി ചെയ്തത്? ഏർലി ഹിസ്റ്ററിയിലെ കമ്പ്യൂട്ടറിന്റെ ഏർലി ഹിസ്റ്ററി നമ്മൾ പഠിച്ചാണ്. നമ്മൾ അബാക്കസ് നോക്കി, നേപ്പിയേഴ്സ് ബോർഡ് പഠിച്ചു ഇല്ലേ, സ്ലൈഡ് റൂള്, ദ റൊട്ടേറ്റിംഗ് വീൽ കാൽക്കുലേറ്റർ, ദ ഡിഫറൻസ് എഞ്ചിൻ, ഹോളറിക് ടാബുലേറ്റിംഗ് മെഷീൻ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഏർലി ഹിസ്റ്ററിയിൽ പഠിച്ചത്. പിന്നെ നമ്മൾ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചു. ഫസ്റ്റ് ജനറേഷൻ, എത്ര ജനറേഷൻ ഉണ്ട്? ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ. ഈ ഓരോ ജനറേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്ക് നമ്മൾ വാക്യൂം ട്യൂബ്സ് മാറ്റി എന്തുകൊണ്ട് വന്നു? ട്രാൻസിസ്റ്റർ കൊണ്ടുവന്നു.
പിന്നെ തേർഡ് ജനറേഷൻ ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ മാറ്റിയിട്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഫോർത്ത് ജനറേഷൻ ആയപ്പോഴത്തേക്കും ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് മാറ്റി നമ്മൾ മൈക്രോ പ്രോസസർ കൊണ്ടുവന്നു. ഫിഫ്ത്ത് ജനറേഷൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ? അതിന്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും പിന്നെന്താണ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു ഇല്ലേ? നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ ഏതാ പഠിച്ചത്? ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചില്ലേ? ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടർ എന്തായിരുന്നു? ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റഡി ചെയ്തത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ അല്ലേ? ഒരു കമ്പ്യൂട്ടറിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു തന്നെ? ഏതൊക്കെയായിരുന്നു? സ്പീഡ്, ആക്യുറസി, എഫിഷ്യൻസി, ഫ്ലെക്സിബിലിറ്റി അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട്? സ്റ്റോറേജ് കപ്പാസിറ്റി. ഇത്രയാണ് കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സിനെ നമ്മൾ കുറിച്ച് പഠിച്ചായിരുന്നു. കമ്പ്യൂട്ടറിന് മേജർ 5 ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഇറ്റ് റിസീവ് ഡേറ്റ ആൻഡ് കമാൻഡ് ആസ് ഇൻപുട്ട്, ഇറ്റ് സ്റ്റോർ ദ റിസീവ്ഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, ഇറ്റ് പ്രോസസ് ദ സ്റ്റോർഡ് ഡേറ്റ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ യൂസർ, it control all the processes inside a computer, it produce the result as output. ഇത്രയും ഇത് മേജർ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ് ഉണ്ടെന്ന് പറയല്ലേ? കമ്പ്യൂട്ടർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 4 ബേസിക് യൂണിറ്റ്. അത് ഏതൊക്കെയായിരുന്നു? ഇൻപുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിൽ നമ്മൾ വേറൊരു പേരിൽ വിളിക്കും. ഏതായിരുന്നു? CPU എന്ന് വിളിക്കും ഇല്ലേ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനകത്ത് വരുന്ന വേറെ 2 കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്തു. ഏതൊക്കെയായിരുന്നു? മറന്നുപോയല്ലോ. ഏതൊക്കെയായിരുന്നു? അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ALU യും CU യും ഇല്ലേ? കൺട്രോൾ യൂണിറ്റ് ഒന്ന് പഠിച്ചു. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു അല്ലേ? കമ്പ്യൂട്ടറിന് എത്ര മെമ്മറി ഉണ്ട്? കമ്പ്യൂട്ടർ മെമ്മറി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ഡാഷ് കാറ്റഗറീസ്. ഏതൊക്കെ കാറ്റഗറീസ്? എത്ര കാറ്റഗറീസ് ആണ്? 2 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന്റെ മെമ്മറി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. പിന്നെ പ്രൈമറി മെമ്മറി നമ്മൾ എന്താണ് പഠിച്ചത്? എന്തായിരുന്നു പ്രൈമറിയിലെ? പ്രൈമറി മെമ്മറി ഈസ് ആക്സസ്ഡ് ഡയറക്ട്ലി ബൈ CPU ഡയറക്ട്ലി ആക്സസ് ചെയ്യുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറിയെ നമ്മൾ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? റാം, റോം. റാം എന്ന് വെച്ചാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റോം എന്ന് പറഞ്ഞാലോ റീഡ് ഒൺലി മെമ്മറി. ആ കാര്യം നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ സെക്കൻഡറി മെമ്മറി പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? സെക്കൻഡറി മെമ്മറിയെ cannot be accessed directly by CPU അല്ലേ? CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാത്ത മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നോൺ വോളറ്റൈൽ എന്നും പറയാറുണ്ട്. പിന്നെ നമ്മൾ സ്റ്റഡി ചെയ്തത് എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ചായിരുന്നു. എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്? ആൻ ഇൻപുട്ട് ഡിവൈസ് ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് ഡയറക്റ്റ് ദ ഡേറ്റ ഇൻടു എ കമ്പ്യൂട്ടർ ഇല്ലേ? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കാനാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മെയിൻ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ് ഇല്ലേ? നമ്മൾ സ്റ്റഡി ചെയ്ത ഏതൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ആയിരുന്നു? ഏതൊക്കെയാണ്? ട്രാക്ക് ബാള്, പിന്നെ ട്രാക്ക് ബാള്, ടച്ച് പാഡ്, ടച്ച് സ്ക്രീൻ, ലൈറ്റ് പെൻ, വെബ്ക്യാം. ഇത്രയും ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. നമ്മൾ പിന്നെ നോക്കിയത് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ഔട്ട്പുട്ട് ഡിവൈസ്? An output device is a hardware device that direct the output from a computer. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് യൂസറിന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഏതൊക്കെയുണ്ട്? സ്പീക്കർ, ഹെഡ്ഫോൺ, പിന്നെ എന്തുണ്ട്? പ്രൊജക്ടർ. ഈ 3 ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് നമ്മൾ ആ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്തു. അപ്പൊ അതിന്റെയും ആൻസർ ദ ഫോളോയിങ്ങും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ഇല്ലേ? കറക്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്യുക. റീഅറേഞ്ച് ചെയ്ത ജംബിൾഡ് ലെറ്റേഴ്സ് അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുവാണ്. അതെല്ലാം എന്താണ് ഹാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അങ്ങനെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ നെക്സ്റ്റ് പഠിച്ച ചാപ്റ്ററാണ് വിൻഡോസ് 7 എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താണ് വിൻഡോസ് 7 എന്ന് പഠിച്ചു. എന്താണ് വിൻഡോസ് 7? വിൻഡോസ് 7 ഈസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ഫോർ മൈക്രോസോഫ്റ്റ് ഇല്ലേ? മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 7 എന്ന് പറയുന്നത്. വിൻഡോസ് വിസ്റ്റ 2006 പുറത്തിറങ്ങിയ വിൻഡോസ് വിസ്റ്റയെ ഫോളോ ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 7 എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മൾ എന്താണ് നാവിഗേഷൻ വിൻഡോ, അതായത് ഓപ്പണിംഗ് പ്രോഗ്രാമാണ് ഡെസ്ക്ടോപ്പ്. ഒരു ഡെസ്ക്ടോപ്പിൽ നമ്മൾ എങ്ങനെ ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. മൂവിങ് എ വിൻഡോ, ഒരു വിൻഡോ എങ്ങനെ മൂവ് ചെയ്യിക്കാം. അതുപോലെ തന്നെ
പിന്നെ നമ്മൾ അഡ്വാൻസ് സിനാരിയോ പഠിച്ചില്ല, എന്താണ് അതായത് ഫീച്ചേഴ്സ്, വിൻഡോസ് 7ന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി. സ്റ്റാർട്ട് ബട്ടൺ, ടാസ്ക് ബാർ ആൻഡ് നോട്ടിഫിക്കേഷൻ ഏരിയ, വിൻഡോ സ്നിപ്പിംഗ് ടൂൾ, ഡിസ്പ്ലേയിങ് ടു ആൻ എക്സ്റ്റേണൽ മോണിറ്റർ പ്രൊജക്ടർ, യൂസിംഗ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വിൻഡോസ് എക്സ്പ്ലോറർ ഫേവറേറ്റ്സ്, വിൻഡോസ് എക്സ്പ്ലോറർ ലൈബ്രറീസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. പിന്നെ മൾട്ടി ടച്ച് സപ്പോർട്ട്, അതായത് വിൻഡോസ് 7ന്റെ മൾട്ടി ടച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ എനേബിൾ ചെയ്യിക്കാം, അതിന് നമ്മൾ 3 മെത്തേഡ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് മെത്തേഡ് യൂസിങ് കൺട്രോൾ പാനൽ, സെക്കൻഡ് മെത്തേഡ് ഏതാണ്? യൂസിങ് ഡിവൈസ് മാനേജർ, തേർഡ് മെത്തേഡോ ബൈ എനേബിളിംഗ് മൾട്ടി ടച്ച് പാഡ്. പിന്നെ നമ്മൾ എന്താ നോക്കിയത്, അതായത് ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തെ വൈറസിൽ നിന്ന് സെക്യൂർ ആക്കി സേഫ് ആയിട്ട് വെക്കാനായിട്ട് കുറച്ച് ടിപ്പ് പറഞ്ഞു അല്ലേ, ഒരു 12 ടിപ്പ് നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ കോമൺ കംപ്ലൈൻറ്റ്സ് വിത്ത് വിൻഡോസ് ഉണ്ട്, അതായത് വിൻഡോസ് 7 അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്, അതിനാണ് നമ്മൾ കംപ്ലൈൻറ്റ്സ് എന്ന് പറഞ്ഞത് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റഡി ചെയ്തു. ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആണ്. ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻ ടീച്ചർ വീഡിയോയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. അപ്പൊ എക്സാമിന് ഈ 3 ചാപ്റ്ററും എല്ലാവരും നല്ലപോലെ പഠിക്കുക, എക്സാം നല്ലപോലെ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇതിൽ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റിവിഷൻ ക്ലാസ് തന്നെയാണ്. ആദ്യം മാത്സിന്റെ റിവിഷൻ ക്ലാസിന്റെ കാര്യമാണ് പറയുന്നത്. മാത്സിന്റെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചങ്ങ് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അവിടെ നമുക്ക് 2 ചാപ്റ്റർ ആണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചത്. നമ്പർ വർക്കും അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, ചാപ്റ്റർ ഫസ്റ്റും ചാപ്റ്റർ സെക്കൻഡും. അപ്പം ഫസ്റ്റ് നമ്പർ വർക്കിൽ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ പ്ലേസ് വാല്യൂ ആണ് അല്ലേ. അതിനകത്ത് നമ്മൾ പ്ലേസ് വാല്യൂ ഓഫ് 5 ഡിജിറ്റ് നമ്പറും പ്ലേസ് വാല്യൂ ഓഫ് 6 ഡിജിറ്റ് നമ്പറും നമ്മൾ പഠിച്ചു. അതിനകത്ത് നമ്മൾ 5 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കാര്യം പഠിക്കുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തേ. പേജ് നമ്പർ 98, പേജ് നമ്പർ 98, പേജ് നമ്പർ 98 കണ്ടോ? അപ്പൊ അവിടെ തൊട്ടാണ് നമ്മളുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്ലേസ് വാല്യൂ ഓഫ് 5 ഡിജിറ്റ് നമ്പറും പ്ലേസ് വാല്യൂ ഓഫ് 6 ഡിജിറ്റ് നമ്പറും. പ്ലേസ് വാല്യൂ ഓഫ് 5 ഡിജിറ്റ് നമ്പർ ടീച്ചർ പറഞ്ഞു നമ്മൾ അവിടെ 5 ഡിജിറ്റ് നമ്പേഴ്സിനെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഒൺസിന്റെ പീരീഡ് ആയിട്ടും തൗസൻഡ്സിന്റെ പീരീഡ് ആയിട്ടും. ഒൺസിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒൺസ്, ടെൻസ്, ഹൺഡ്രഡ്സും. തൗസൻഡ്സിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ തൗസൻഡ്സും 10,000സും. അങ്ങനെ 2 പീരീഡ്സ് ആയിട്ടാണ് നമ്മൾ 5 ഡിജിറ്റ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് പീരീഡ് ആക്കി മാറ്റുന്നത്. അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉള്ളത് പ്ലേസ് വാല്യൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 ഡിജിറ്റ് നമ്പർ തരികയാണ്. ഇപ്പം 37425 എന്നുള്ള ഒരു ഡിജിറ്റ് തന്നിട്ട് ഇതിനകത്ത് ടെൻസിന്റെ പ്ലേസ് വാല്യൂ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഓൺസ്, ടെൻസ് 2 ആണല്ലോ. ഈ തന്നിട്ട് ഇതിനകത്ത് തൗസൻഡ്സിന്റെ പ്ലേസ് വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് 7 ആണ്. അറിയാലോ. 10,000ന്റെ പ്ലേസ് വാല്യൂ ചോദിക്കുകയാണെങ്കിൽ ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s 3 ആണ്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം. പിന്നെ ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ പഠിച്ചു. എക്സ്പാൻഡഡ് ഫോം ഓർമ്മയില്ലേ? അത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് പ്ലേസ് വാല്യൂ 6 ഡിജിറ്റ് നമ്പറിന്റെ കാര്യവും പറഞ്ഞത്. 6 ഡിജിറ്റ് നമ്പറിന്റെ കാര്യത്തിൽ നമ്മൾ 3 പീരീഡ്സ് ആയിട്ടാണ് നമ്മളവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ. അതായത് ഓൺസിന്റെ പീരീഡും തൗസൻഡ്സിന്റെ പീരീഡും ലാക്കിന്റെ ഒരു പീരീഡ് കൂടെ അധികം വന്നു. ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ചേരുന്ന ഓൺസിന്റെ പീരീഡും തൗസൻഡ്സും 10,000സും ഉള്ള തൗസൻഡ്സിന്റെ പീരീഡും ലാക്കായിട്ടുള്ള ലാക്സിന്റെ പീരീഡ്, ഇങ്ങനെ 3 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അവിടെ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ അടുത്ത പേജിൽ നിങ്ങൾക്ക് ഉണ്ട് റൈറ്റ് ദ നമ്പർ നെയിം ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. അതായത് ഇപ്പോൾ ഒരു നമ്പർ അല്ലേ, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുകയാണ്, ഈ നമ്പറിനെ നിങ്ങൾക്ക് റൈറ്റ് ദ നമ്പർ നെയിംസ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. ഇതിന്റെ നമ്പർ നെയിം എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ 22,731 എന്ന് നിങ്ങൾ അതിന്റെ നെയിം എഴുതുക കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് എഴുതാറിയാലോ. അപ്പൊ അതങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇങ്ങനെ തന്നിട്ട് ഇതിനെ നെയിമിലോട്ട് മാറ്റി എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേർഡിലോട്ട് മാറ്റി എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ
നിങ്ങൾ എങ്ങനെ എഴുതണം? 22,731 അങ്ങനെ എഴുതി മാറ്റണം. പിന്നെ അതിന് താഴെ നിങ്ങൾക്ക് അവിടെ അല്ലാതെ എന്താണ് റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പർ നെയിംസ്. അവിടെ നമ്പർ നെയിംസ് നിങ്ങൾക്ക് കാണാം. പേജ് നമ്പർ 100, പേജ് നമ്പർ 100 കണ്ടോ, അതിനകത്തുണ്ട്. രണ്ടാമത്തെ കണക്ക് കണ്ടോ, റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പർ നെയിംസ്. അവിടെ നമ്പർ നെയിംസ് തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ നമ്പറിലോട്ട് മാറ്റി എഴുതാൻ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ അതിനകത്തുള്ള എക്സസൈസ് ഒക്കെ പഠിക്കണം. ആ എക്സസൈസ് ഒക്കെ പരീക്ഷയ്ക്ക് ടീച്ചർ ചെയ്യിപ്പിച്ച എക്സസൈസ് മാത്രം, ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച എക്സസൈസ് മാത്രം. പിന്നെ ഉള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഉള്ളത് എന്താണ്? ആ കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് ഉണ്ട്. പേജ് നമ്പർ 102, പേജ് നമ്പർ 102. കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ്. ഓക്കെ, ഈ കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അതിനകത്ത് ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ഏതാണ്, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് നമ്പേഴ്സ് ആകുമ്പോൾ അങ്ങനെ എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, പിന്നെ അത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം രണ്ട് നമ്പേഴ്സ് തന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് 21,721 793. ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം എഴുതാൻ പറ്റും. കാര്യം ഈ രണ്ട് നമ്പറിന്റെയും ഡിജിറ്റ് എഴുതുക അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ 1 2 3 4 5. ഇതൊരു 5 ഡിജിറ്റ് നമ്പർ ആണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ 1 2 3. ഇതൊരു 3 ഡിജിറ്റ് നമ്പരും ആണ്. ഈ 5 ഡിജിറ്റ് നമ്പർ ആണോ 3 ഡിജിറ്റ് നമ്പർ ആണോ വലുത്? 5 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. അപ്പോൾ ഇവിടെ വലിയതെന്ന് പറഞ്ഞാൽ 21,721 ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ചിഹ്നം ഇട്ടു. ഓക്കെ, അപ്പം അങ്ങനെ എഴുതുക. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കാൻ പറ്റുന്നത് ഇപ്പോൾ 22,545 21,735 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് സംഖ്യ തരുമ്പോൾ ആദ്യം ഡിജിറ്റ് എണ്ണി നോക്കി. 1 2 3 4 5. ഇറ്റ്സ് എ 5 ഡിജിറ്റ് നമ്പർ. ഇതും 1 2 3 4 5. ഇതും ഒരു 5 ഡിജിറ്റ് നമ്പർ ആണല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക നോക്കുക. ഇവിടെ 2 ആണ് ആദ്യം, ഇവിടെയും 2 ആണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവിടെയും 2 ആണ്, ഇവിടെ 1 ആണ് അല്ലേ. അപ്പൊ ഇവിടെ 22ഉം ഇവിടെ 21. 22 ആണോ 21 ആണോ വലുത്? 22 ആണ്. അപ്പൊ ഇവിടെയും ഗ്രേറ്റസ്റ്റ് ഇതാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലവും ചോദിക്കാം. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തത് അസെൻഡിങ്ങും ഡിസെൻഡിങ് ഓർഡറും അറിയാലോ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമ്മൾക്കറിയാം. എന്താണ്? ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലോട്ട് എഴുതുന്നു. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ വലിയ നമ്പേഴ്സിൽ നിന്നും ചെറിയ നമ്പേഴ്സിലോട്ട് മാറ്റി എഴുതുന്നു. അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ചോദിക്കാം. ഓക്കെ, ദെൻ അവിടെ അടുത്തത് പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൗണ്ടിങ് നമ്പേഴ്സ് ആണ്. നിയറസ്റ്റ് ടു 10ഉം നിയറസ്റ്റ് ടു 100. അത് രണ്ടും നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലും പഠിച്ചതാണ്. ഓക്കെ, അതായത് 10 അല്ലേ, 30 38 ഉള്ള ഈ നമ്പറിനെ നിയറസ്റ്റ് ടു 10ലോട്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ ഇത് ആദ്യം ഇതിന്റെ ഒൺസിന്റെ പ്ലേസ് നോക്കുക. ഒൺസിന്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 8 ആണ്. അപ്പോ 5ൽ കൂടുതലോ ആണെങ്കിൽ 5 6 7 8 9 അങ്ങനെ കൂടി പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുക അല്ലേ. അതായത് ഇവിടെ ഇപ്പൊ 38നോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് 39 40. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 38നെ റൗണ്ട് ചെയ്ത് നിയറസ്റ്റ് ടു 10 40 ആക്കി മാറ്റാം. അതുപോലെ ഇനി 34 ആണ്. 34 എന്ന് പറയുമ്പോൾ ഈ 4 ഇനി നോക്കുക. ഓൺസിന്റെ പ്ലേസ് 4 ആണ്. 5നേക്കാളും വലുതാണോ 4? ചെറുതാണോ 4? ചെറുതാണല്ലേ. 5നേക്കാളും താഴെയാണ് 4. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുക. അപ്പം 33 32 31 30. അപ്പം നമ്മൾ 34നെ റൗണ്ട് ചെയ്ത് 30ലോട്ട് നിയറസ്റ്റ് ടു 10 ആക്കി മാറ്റി. കണ്ടോ? അതാണ് നമ്മുടെ നിയറസ്റ്റ് ടു 10. ഇതുപോലെ നിയറസ്റ്റ് ടു എന്തുണ്ട്? 100 ഉണ്ട്. 172 നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു ഓൺസിന്റെ പ്ലേസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? ഈ ടെൻസിന്റെ പ്ലേസ് ഇവിടെ നോക്കല്ലേ. ഓൺസ് ടെൻസ് 7. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 72 ആണ്. ഈ 72 എന്നുള്ളത് 50നേക്കാളും കൂടുതലാണോ കുറവാണോ? 50നേക്കാളും കൂടുതലാണോ കുറവാണോ? കൂടുതലല്ലേ. 50നേക്കാളും മുകളിലല്ലേ 72. അപ്പൊ ഇങ്ങോട്ട് നോക്കാം അല്ലേ. അതായത് 100 ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 100നും 200
200നും ഇടയ്ക്കാണ് ഈ 172 അല്ലയോ? ഈ 72 എന്നുള്ളത് 50നേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കാം. അപ്പോൾ 172നെ റൗണ്ട് ചെയ്ത് 200 എന്ന് നിയറസ്റ്റ് ടു 100 എന്ന് മാറ്റി. ഇനി ഇവിടെ 142 142 ആണ്. 142 എന്ന് പറയുന്നത് 50നേക്കാളും വലുതാണോ ചെറുതാണോ? ചെറുതാണ് അല്ലേ, താഴെയാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കാം. അപ്പം 140നെ നിയറസ്റ്റ് ടു 100 ആക്കുന്നത് ഇങ്ങോട്ട് നിയറസ്റ്റ് ടു കണ്ടോ? അപ്പം ആ മോഡല് നിങ്ങൾക്ക് നിയറസ്റ്റ് ടു 10ഉം നിയറസ്റ്റ് ടു 100ഉം ചോദിക്കും. അപ്പം അത്രയാണ് നമ്മളുടെ ആ പാഠത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് റോമൻ ന്യൂമറൽസ് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, റൂൾ 1 to റൂൾ 4 അത് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ അതും കൂടെ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അഡിഷൻ വിത്തൗട്ട് ക്യാരിയിങ്ങിനകത്ത് അറിയാലോ, നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് മാത്രം വെച്ചാൽ മതി. അത് ഇപ്പോൾ ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ എളുപ്പമല്ലേ, ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. 1 + 2 എത്രയാണ്? 3 അല്ലേ? ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒൺസിന്റെ പ്ലേസ് തൊട്ട് വേണം ആഡ് ചെയ്ത് പോവാൻ. ഒൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് അങ്ങനെ വേണം പോവാനായിട്ട്. ഓക്കെ, 2 + 1 3, 4 + 1 5, 2 + 3 2 + 3 5, 2 + 1 3, 6 + 2 എത്രയാണ്? 8. ഇതാണ് അഡിഷൻ വിത്തൗട്ട് ക്യാരിയിങ് എന്ന് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ 2-3 വേർഡ് പ്രോബ്ലം പഠിച്ചു, 3 വേർഡ് പ്രോബ്ലം പഠിച്ചു. അപ്പൊ അത് നിങ്ങൾ ടീച്ചർ ചെയ്യിപ്പിച്ച വേർഡ് പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ തന്നിട്ട് ഹൗ മെനി പീപ്പിൾസ് അല്ലെങ്കിൽ എന്താണ് ഫൈൻഡ് ദ ടോട്ടൽ, ഹൗ മെനി അല്ലെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആഡ് ചെയ്യാനാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡിഷൻ വിത്ത് ക്യാരിയിങ് പഠിച്ചു അല്ലേ? നോക്കിക്കേ ഇതാണ് ഒരു എക്സാമ്പിൾ ടീച്ചർ നിങ്ങൾക്ക് തരുന്നുണ്ട്. 2ഉം 8ഉം 2 + 8 = 10 അല്ലെ? 10 ആണ്. 10ന്റെ 0 നമ്മൾ ഇവിടെ എഴുതി, ഓൺസ് ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്ത് എഴുതി. കണ്ടോ, ഇങ്ങനെ മുകളിലോട്ട് ക്യാരി ഓവർ ചെയ്ത് എഴുതുന്നതിനാണ് അഡിഷൻ വിത്ത് ക്യാരിയിങ് എന്ന് പറയുന്നത്. Then 4 + 4 8. 8ന്റെ കൂടെ ഈ 1 കൂടെ ആഡ് ചെയ്ത് 8 + 1 9. ഇനി 8 3 8 + 3 എത്രയാണ്? 11 അല്ലെ? 11ന്റെ 1 ഇവിടെ എഴുതി, 1 ഇങ്ങോട്ടേക്ക് എഴുതി. 2 + 1 = 3. 3യുടെ കൂടി 1 കൂടെ ആഡ് ചെയ്തപ്പോൾ 4. Then 4 + 2 = 6. കണ്ടോ, ഇതാണ് അഡിഷൻ വിത്ത് ക്യാരിയിങ്. അപ്പൊ അഡിഷൻ വിത്ത് ക്യാരിയിങ്ങിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവല് വേർഡ് പ്രോബ്ലം ചെയ്തു. അവിടെയും 3 വേർഡ് പ്രോബ്ലം ആണ് ചെയ്തത്. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് സബ്സ്ട്രാക്ഷൻ ആണ്. അതിനകത്ത് ഫസ്റ്റ് സബ്സ്ട്രാക്ഷൻ വിത്തൗട്ട് ബോറോയിങ് ആണ് പഠിച്ചത് അല്ലെ? നോക്കിയേ, സബ്സ്ട്രാക്ട് ചെയ്യാനാണ് 7 - 4. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കാൻ പറ്റത്തില്ല. വലിയ സംഖ്യയിൽ നിന്നും മാത്രമേ ചെറിയ സംഖ്യ നമുക്ക് കുറയ്ക്കാനായിട്ട് മൈനസ് ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം മുകളിൽ തന്നിരിക്കുന്നത് ചെക്ക് ചെയ്യുക വലുതാണോ എന്ന്. ഇവിടെ വൺസിന്റെ പ്ലേസിൽ 7ഉം 4ഉം ആണ്. 7ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 7 ആണോ 4 ആണോ വലുത്? 7 ആണല്ലേ? അപ്പോൾ 7 - 4 7 - 4 = 3. നെക്സ്റ്റ് 9 രണ്ടും ഒരേ സംഖ്യയാണ് അല്ലേ? 9ന്ന് 9 പോയാൽ എത്രയാണ്? 0. ദെൻ അടുത്തൊരു 7ഉം 3ഉം 7 - 3 അല്ലേ? 7ൽ നിന്നും 3നെ കുറയ്ക്കുന്നു. എത്രയാണ്? 4. ദെൻ 9ഉം 8ഉം 9ന്ന് 8നെ കുറയ്ക്കുന്നു. 9 - 8 9ന്ന് 8 കുറച്ചാൽ 1. സോ ആൻസർ 1403. ഇതാണ് അഡിഷൻ വിത്തൗട്ട് സബ്സ്ട്രാക്ഷൻ വിത്തൗട്ട് ബോറോയിങ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേർഡ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. പിന്നെ സബ്സ്ട്രാക്ഷൻ വിത്ത് ബോറോയിങ് ആണ് അല്ലേ? അത് നോക്കിയേ, സബ്സ്ട്രാക്ട് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺസിന്റെ പ്ലേസ് നോക്കുമ്പോൾ 3ഉം 5ഉം നോക്കുമ്പോൾ 3 ചെറുതാണ് അല്ലേ? ചെറുതിന് വലുത് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ തൊട്ടടുത്ത പ്ലേസ് നോക്കുക. ഇവിടെ 2 ആണ്.
2 ഒന്ന് ഇങ്ങോട്ടേക്ക് പോയപ്പോൾ ഇവിടെ 13, ഇവിടെ 1 ആയി. 30 മൈനസ് 5 എത്രയാണ്? 8. അടുത്ത പ്ലേസ് നോക്കുമ്പോൾ ഇവിടെ 1ഉം ഇവിടെ 3ഉം. 2 ഇവിടെ ഇല്ല, കാര്യം ഒന്ന് അങ്ങോട്ട് പോയണ്ട്. ഇനി ഇവിടെ 1 ഉള്ളൂ. 1ന് 3 പോകാൻ പറ്റുമോ? 1 ചെറുതാണ്, 3 വലുതാണ്. ചെറുതിൽ നിന്ന് വലുത് പോത്തില്ല, അപ്പോൾ 1ൽ നിന്നും പോത്തില്ല. അടുത്ത പ്ലേസ് നോക്കി ഇവിടെ 4. 4ൽ നിന്ന് 1 പോയപ്പോൾ ഇവിടെ 3 ആയി, ഇവിടെ 11 ആയി അല്ലേ? അപ്പൊ എത്ര വരും ആൻസർ? 8. അടുത്തത് 3ഉം 9ഉം. 3ഉം 9ഉം ആകുമ്പോൾ 3 ചെറുതാണ്, 9 വലുതാണ്. ചെറുതിന് വലുത് പോത്തില്ല. അതുപോലെ അടുത്ത പ്ലേസ് നോക്കി ഇവിടെ 7 ആയി, ഇവിടെ 30 ആയി അല്ലേ? അപ്പൊ അവിടെ ആൻസർ എത്ര വന്നു? 13 9നെ കുറയ്ക്കുമ്പോൾ 4. അടുത്തത് 7 5. 7 വലുതാണ്, വലുതിന് ചെറുത് കുറയ്ക്കാം. 7ന് 5 പോകുമ്പോൾ 2. then 3 minus 1. 3ന് 1 പോകുമ്പോൾ വീണ്ടും 22,488 എന്നുള്ള ആൻസർ കിട്ടി. ഇതാണ് എൻ്റെ സബ്സ്ട്രാക്ഷൻ വിത്ത് ബോറോയിങ് എന്ന് പറയുന്നത്. അതിൻ്റെ വേർഡ് പ്രോബ്ലം പഠിക്കുക. ഓക്കെ, അത്രയുമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യം. അപ്പം മാത്സിൻ്റെ ഈ 2 ചാപ്റ്റർ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ബാക്കി സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ മാത്സ് ഈ ആദ്യത്തെ 2 ചാപ്റ്ററും വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, യാതൊരു സംശയവും. ജസ്റ്റ് നന്നായിട്ട് കെയർ ചെയ്ത് കണക്ക് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ പ്രിഫർ കൊടുത്ത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ.